ഹായ് ഗൈസ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ വർഷം റിലീസ് ചെയ്ത ഒരു കിടിലൻ സയൻസ് ഫിക്ഷൻ സിനിമയുടെ കഥയാണ്. മിക്കി 17 മനുഷ്യരാശിയെ മറ്റ് ഗ്രഹങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി ആദ്യമായി ഒരു ഐസ് മൂടിക്കിടക്കുന്ന ഗ്രഹത്തിലേക്ക് പോകുന്നതാണ് ഈ സിനിമയുടെ ഒരു പ്ലോട്ട്. മറ്റ് സ്പേസ് സിനിമകളെ വെച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്റ്റോറിയാണ് ഇതിന്റെ. അപ്പൊ നമുക്ക് വേഗം തന്നെ സിനിമയുടെ വിശദമായിട്ടുള്ള കഥയിലേക്ക് കടക്കാം. ആദ്യം കാണിക്കുന്നത് ഈ കഥയിലെ ഹീറോ. ഇവന്റെ പേര് മിക്കി എന്നാണ്. ഇവനിപ്പോ ഉള്ളത് ഭൂമിയിലല്ല, മറ്റൊരു ഗ്രഹത്തിലാണ്. നിഫൽഹെയിം എന്നാണ് ആ ഗ്രഹത്തിന്റെ പേര്. ഇതൊരു ഐസ് പ്ലാനറ്റ് ആണ്. ഈ ഗ്രഹം എക്സ്പ്ലോർ ചെയ്യാൻ വന്നാണ് ഇവൻ. അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നതിന്റെ ഇടയിൽ അവനൊരു വലിയ കുഴിക്കുള്ളിലേക്ക് വീണുപോയി. നല്ല താഴ്ചയിലാണ്. ആ വീഴ്ചയിൽ തന്നെ അവൻ മരിച്ചു പോകേണ്ടതായിരുന്നു. എന്നാൽ എന്തോ അവൻ മരിച്ചിട്ടില്ല. ഈ സമയം അവൻ അങ്ങോട്ട് വന്ന ഫ്ലൈറ്റിന്റെ പൈലറ്റ് മോള് നിൽക്കുന്നുണ്ട്. ഇവന്റെ പേര് ടീമോ എന്നാണ്. എന്നാൽ ഒരു പൈലറ്റിനേക്കാൾ ഉപരി ഈ മിക്കിയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ഇവൻ. ഇപ്പൊ മിക്കി ആ കുഴിയിൽ വീണ് കിടക്കുന്ന കാണുമ്പോൾ ടീമോ ആണെങ്കിൽ ഒരു റോപ്പ് ഇട്ട് താഴേക്ക് ഇറങ്ങി. എന്നാൽ അവൻ മിക്കിയുടെ അടുത്തേക്ക് പോകുന്നില്ല. മിക്കി കിടക്കുന്നതിന്റെ തൊട്ട് മുകളിലായിട്ട് അവരുടെ ഗണ്ണ് വീണ് കിടക്കുന്നുണ്ട്. അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ടീമോ താഴേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഈ ഗണ്ണിനെ പറയുന്നത് ഫ്ലെയിം ത്രോവർ എന്നാണ്. ഇപ്പൊ അത് എടുത്തതിന് ശേഷം ടീമോ മിക്കിയുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോറി മിക്കി, എനിക്കിപ്പോ താഴേക്ക് ഇറങ്ങി വരാൻ പറ്റത്തില്ല. ഈ റോപ്പിന് ഇവിടം വരെ നീളമുള്ളൂ. പിന്നെ ഇപ്പൊ നിന്നെ ഞാൻ രക്ഷിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. നീ എന്തായാലും മരിക്കേണ്ടവനാണ്. നാളെ അവർ നിന്നെ വീണ്ടും പ്രിന്റ് ചെയ്യും. അതുകൊണ്ട് ഇപ്പൊ നിന്നെ രക്ഷിക്കാത്തതിന് നീ എന്നോടൊന്ന് ക്ഷമിച്ചേക്ക്. നമുക്ക് നാളെ വീണ്ടും കാണാമെന്ന് പറഞ്ഞിട്ട് ടീമോ ആ കയറിൽ തൂങ്ങി തിരിച്ചു പോവാണ്. അങ്ങനെ ടീമോ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴാണ് ആ ഗ്രഹത്തിലുള്ള കുറച്ച് ജീവികൾ മിക്കിയുടെ അടുത്തേക്ക് വരുന്നത്. അത് തള്ളയും കുഞ്ഞുങ്ങളുമാണ്. ഈ ജീവികളെ ക്രീപ്പേഴ്സ് എന്നാണ് പറയുന്നത്. അവറ്റകൾ അവന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ അവിടെ തന്നെ കിടക്കുകയാണ് മിക്കി. ആ ജീവികൾ ഉറപ്പായിട്ട് അവനെ കൊല്ലും എന്ന കാര്യം മിക്കിക്ക് അറിയാം. എന്നാൽ ശരിക്കും ഇവൻ മരണത്തിനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല എന്നതാണ് സത്യം. കാരണം നേരത്തെ ടീമോ പറഞ്ഞല്ലോ, നാളെ അവർ നിന്നെ പ്രിന്റ് ചെയ്യാൻ പോവാണെന്ന്. അതെ, ഇന്ന് ഇവനിപ്പോ ഇവിടെ കിടന്ന് മരിച്ചാലും നാളെ അവൻ പുനർജനിക്കും. പക്ഷെ മരണത്തിന്റെ വേദന അതവൻ അനുഭവിക്കണമെന്ന് മാത്രം. അങ്ങനെ ഒരുപാട് തവണ പുനർജനിച്ചിട്ട് 17ാമത്തെ മിക്കിയാണ് ഈ കിടക്കുന്നത്. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന 16 പേര് മരിച്ചുപോയി. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ജീവികളുടെ അമ്മ വന്നിട്ട് മിക്കിയെ പിടിക്കുകയാണ്. ഇനി കാണിക്കുന്നത് ഈ ഗ്രഹത്തിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലാബാണ്. അവിടെ ഒരു മെഷീൻ വെച്ചിട്ടുണ്ട്. അതിലൂടെയാണ് മിക്കിയെ പുനർജനിപ്പിക്കുന്നത്. എന്നാൽ ഇതൊരു പുനർജനനമല്ല, ഇതിനെ പ്രിന്റ് ചെയ്യാണെന്നാണ് പറയുന്നത്. ഓൾറെഡി മിക്കിയുടെ ഓർമ്മകളൊക്കെ അവരവിടെ ഒരു ഇഷ്ടികയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ മിക്കിയെ പ്രിന്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ ആ ഓർമ്മകളൊക്കെ അവന് കൊടുക്കുകയും ചെയ്യും. അതിനെ തുടർന്ന് അവൻ കണ്ണു തുറക്കുമ്പോൾ അവൻ ഇതുവരെ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും അവന്റെ മനസ്സിലുണ്ടാവും. ഈ ലാബിനകത്ത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെങ്കിലും അവർക്കൊക്കെ വ്യത്യസ്ത ജോലികളാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഈ പുനർജനനം ഉള്ളത് ഈ മിക്കിക്ക് മാത്രമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാബിലൊക്കെ പരീക്ഷണം നടത്തുന്ന ഗിനിപ്പന്നിയില്ലേ, അതേപോലത്തെ ഒരു പരീക്ഷണ വസ്തുവാണ് മിക്കി. ഇവരിവനെ കൊണ്ട് ചെയ്യിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂമിയിൽ നിന്ന് അവർ പോകുന്നതിന് ശേഷം ഈ ഗ്രഹത്തിലേക്ക് എത്താൻ കുറെ വർഷത്തെ യാത്രയുണ്ട്. അതിനിടയിൽ സ്പേസിൽ വെച്ചിട്ട് ഇവർ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. എല്ലാ പരീക്ഷണങ്ങളും ഇവർ മിക്കിയെ വെച്ചാണ് ചെയ്യുന്നത്. ഓരോ പരീക്ഷണങ്ങൾ ചെയ്യുമ്പോഴും ഓരോരോ മിക്കികൾ മരിച്ചു പോകും. അതിനെ തുടർന്ന് അവരവനെ വീണ്ടും പ്രിന്റ് ചെയ്യും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവരവനെ വെച്ച് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് മിക്കി ഇവരുടെ ടീമിൽ ചേർന്നത് അതറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പിലേക്ക് സഞ്ചരിക്കണം. ഭൂമിയിലായിരിക്കുന്ന സമയത്ത് ഈ മിക്കിയും നമ്മൾ നേരത്തെ കണ്ട ടീമോയും നല്ല സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ അവർക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടീമോ ഒരാശയം പറയുന്നത്, നമുക്കൊരു റെസ്റ്റോറന്റ് തുടങ്ങാം. ഈ മിക്കി എന്ന് പറയുന്നത് വളരെ നിഷ്കളങ്കനായിട്ടുള്ള ഒരുത്തനാണ്. എന്നാൽ ടീമോ ആണെങ്കിൽ ഉഡായിപ്പിന്റെ ഉസ്താദ്. ഇപ്പൊ തന്റെ ആത്മാർത്ഥ സുഹൃത്ത് പറഞ്ഞുകൊണ്ട് റെസ്റ്റോറന്റ് തുടങ്ങാം എന്ന കാര്യത്തിന് മിക്കി സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ അവരുടെ അടുത്ത് കാശില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു എമൗണ്ട് ഒരു കൊള്ളപ്പലിശക്കാരന്റെ കയ്യിൽ നിന്നാണ് അവർ കടം വാങ്ങിയത്. എന്നാൽ ആ റെസ്റ്റോറന്റിന്റെ ബിസിനസ് 8 നിലയിൽ പൊട്ടിയെന്ന് മാത്രമല്ല, ഇവര് നല്ല രീതിയിൽ കടക്കാരുമായി. അങ്ങനെ ഒരു ദിവസം ആ കൊള്ളപ്പലിശക്കാരൻ അയാളുടെ ടീമും വന്നിട്ട് മിക്കിയെയും ടീമോനെയും പിടിച്ചുകൊണ്ട് പോയി. അതിനുശേഷം അവരെ ശരിക്കും ടോർച്ചർ ചെയ്തു. എത്രയും പെട്ടെന്ന് കാശ് തിരിച്ചടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ 2 പേരെയും കൊന്നുകളയും എന്നാണ് അയാൾ അവരുടെ അടുത്ത് പറഞ്ഞത്. അതിനുശേഷം അയാൾ അവരെ വിടുകയും ചെയ്തു. അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്യണം എന്നാണ് അവർ ചിന്തിച്ചത്. എന്തായാലും അയാൾക്ക് കൊടുക്കാനുള്ള പൈസ അവരെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. എന്നാൽ അയാളെ പറ്റിച്ചിട്ട് ഈ ഭൂമിയിൽ അവർക്ക് ജീവിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഭൂമി വിട്ട് പോവുക എന്നല്ലാതെ അവരുടെ മുമ്പിൽ മറ്റൊരു മാർഗവും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്പേസ് എക്സ്പെഡീഷന് വേണ്ടിയിട്ട് ആൾക്കാർ എടുക്കുന്നുണ്ട് എന്നൊരു ന്യൂസ് അവർ അറിയുന്നത്. അതിനെ തുടർന്ന് അവർ ആ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. ഇഷ്ടം പോലെ ആൾക്കാർ ആ ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ട്. ഇപ്പൊ മിക്കി അപ്ലൈ ചെയ്തിരിക്കുന്നത് എക്സ്പെൻഡബിൾ എന്ന ജോലിക്ക് വേണ്ടിയിട്ടാണ്. അവൻ അതിന്റെ ഫോം മേടിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ലേഡി അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ഇതിന്റെ എല്ലാ കാര്യങ്ങളും വായിച്ചു നോക്കിയിട്ടാണോ ഈ ജോലി തിരഞ്ഞെടുത്തതെന്ന്. എന്നാൽ അവൻ ശരിക്കും അത് വായിച്ചു നോക്കിയിട്ടൊന്നുമില്ല. പക്ഷെ അവനിപ്പോൾ ഇവിടുന്ന് പോകേണ്ട അത്യാവശ്യമാണ്. അതുകൊണ്ട് എനിക്ക് ഈ ജോലി മതി എന്നാണ് അവൻ പറയുന്നത്. അവരാണെങ്കിൽ ഇത് സമ്മതിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇവന്റെ ഫ്രണ്ടായ ടീമോ ആണെങ്കിൽ അവിടുത്തെ പൈലറ്റ് ആവാനുള്ള ജോലിക്കാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അവനെ ആ ജോലിക്ക് എടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് മിക്കി ഈ ടീമിന്റെ കൂടെ സെലക്ട് ആയിരിക്കുന്നത്. അങ്ങനെ അവനെ സെലക്ട് ചെയ്തതിന് ശേഷം ഡൊറോത്തി എന്ന് പറയുന്ന സയന്റിസ്റ്റ് അവന്റെ ജോലി എന്താണ് എന്ന കാര്യമൊക്കെ അവന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ആദ്യം അവൾ അവന് കാണിച്ചു കൊടുക്കുന്നത് താഴെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടാങ്കാണ്. ഈ ടാങ്കിനെ പറയുന്നത് സൈക്ലർ എന്നാണ്.
അവരുടെ സ്പേസ്ഷിപ്പിൽ ഉണ്ടാവുന്ന ഓർഗാനിക് വേസ്റ്റുകൾ മൊത്തം ആ ടാങ്കിനകത്തേക്കാണ് തള്ളുന്നത്. അതിൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ, പിന്നെ മരിച്ചുപോയ ആൾക്കാരുടെ ശരീരങ്ങൾ, മനുഷ്യ വിസർജ്യങ്ങൾ, അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും ആ ടാങ്കിനകത്തേക്ക് ഇടും. എന്നിട്ട് സൈക്ലർ അതൊക്കെ മിക്സ് ചെയ്തിട്ട് അതിനെ ശുദ്ധീകരിച്ചെടുക്കും. എന്നിട്ട് ആ ശുദ്ധീകരിച്ച ഭാഗം അവരവിടെയുള്ള ഒരു മെഷീനിലേക്കാണ് ആക്കുന്നത്. എന്നിട്ട് ആ ശുദ്ധീകരിച്ച വസ്തുക്കൾ വെച്ചിട്ടാണ് ഒരു മനുഷ്യ ശരീരം ആ മെഷീനിലൂടെ അവർ പ്രിന്റ് ചെയ്തെടുക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് അവൾ ആദ്യമായിട്ട് അവന്റെ അടുത്ത് പറയുന്നത്. അതിനുശേഷം അവൾ അവനെ കൊണ്ട് ഒരു സ്യൂട്ട് ഇടിക്കുകയാണ്. അങ്ങനെ സ്യൂട്ടൊക്കെ ഇടിച്ചതിന് ശേഷം അവൾ ആ മെഷീൻ വെച്ച് അവന്റെ ശരീരം മൊത്തം സ്കാൻ ചെയ്തു. ആ സ്കാൻ ചെയ്യുന്ന സമയത്ത് അവൻ എങ്ങനെയാണോ അതേപോലെയായിരിക്കും പിന്നീട് അവൻ എപ്പോഴൊക്കെ പ്രിന്റ് എടുക്കുന്നോ അപ്പോഴൊക്കെ. അങ്ങനെ അവന്റെ ബോഡിയൊക്കെ സ്കാൻ ചെയ്തതിനു ശേഷം അവൾ അവന്റെ ഓർമ്മകളൊക്കെ ഫീഡ് ചെയ്യാൻ തുടങ്ങി. ഇതിനെ പേഴ്സണാലിറ്റി ബാക്കപ്പ് എന്നാണ് പറയുന്നത്. എല്ലാ ആഴ്ചയിലും ഈ കാര്യം അവർ ചെയ്യും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ പിന്നെയും പ്രിന്റ് ചെയ്യുന്ന സമയത്ത് അവന്റെ ഓർമ്മകളൊക്കെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പുതിയതായിട്ട് പ്രിന്റ് ചെയ്ത് വരുന്ന ശരീരത്തിന് അവർ ആ ഓർമ്മകളൊക്കെ കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ഈ പ്രോസസ്സ് വർക്ക് ചെയ്യുന്നത്. ഒരു ഇഷ്ടികയിലേക്കാണ് ആ ഓർമ്മകളൊക്കെ ഫീഡ് ചെയ്യുന്നത്. ഇനി ഈ പരിപാടിക്ക് ജോയിൻ ചെയ്യുന്ന ആൾക്കാരുടെ ഏറ്റവും മെയിൻ പ്രശ്നം അവിടുത്തെ ഭക്ഷണമാണ്. വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ അവർക്ക് കിട്ടത്തുള്ളൂ. എപ്പോഴെങ്കിലും എക്സ്ട്രാ അവരൊരു കഷ്ണം കേക്ക് എടുത്താൽ മതി, അപ്പം തന്നെ അവിടെ കമ്പ്യൂട്ടറിൽ അലാറം അടിക്കും. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ആയിട്ട് അവർക്ക് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. ഇത് ഈ ശരീരത്തിലെ കലോറീസ് ഒക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആദ്യത്തെ ദിവസം അവൻ അവിടുത്തെ കഫ്റ്റേരിയയിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ആ പരിപാടിക്ക് വന്ന എല്ലാവരും ആ കഫ്റ്റേരിയയിൽ ഇരിക്കുന്നുണ്ട്. ആരും തന്നെ പരസ്പരം സംസാരിക്കുന്നൊന്നുമില്ല. പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ് അവിടെ. ഈ സമയത്താണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ക്യാപ്റ്റനും അയാളുടെ ഭാര്യയും അങ്ങോട്ട് വരുന്നത്. ഈ ക്യാപ്റ്റന്റെ പേര് കെന്നത്ത് എന്നും ഭാര്യയുടെ പേര് ഇൽഫ എന്നുമാണ്. അവരങ്ങോട്ട് കയറി വന്നതും അതുവരെ സൈലന്റ് ആയിരിക്കുന്ന എല്ലാവരും കൈയടിക്കാൻ തുടങ്ങി. എന്നാൽ മിക്കിക്ക് കൈയടിക്കാനൊന്നും താല്പര്യമില്ലായിരുന്നു. ഈ സമയത്താണ് അവൻ ഒരു ലേഡിയെ ശ്രദ്ധിക്കുന്നത്. അവളും കൈയടിക്കുന്നൊന്നുമില്ല. ഈ പെണ്ണിന്റെ പേര് നാഷ എന്നാണ്. ഇവളൊരു സെക്യൂരിറ്റി ഓഫീസറാണ്. അവള് കൈയടിക്കാതിരിക്കുന്ന കാണുമ്പോൾ അവളും തന്റെ വൈബാണ് എന്ന കാര്യം അവന് മനസ്സിലായി. അങ്ങനെ ഈ ഒരു അവസരത്തിലാണ് അവന് അവൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ഈ സമയം കെന്നത്ത് അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അയാൾ അവിടെ നിന്ന് പറയുന്നത് അവരിപ്പോ പുതിയതായിട്ട് പോകുന്ന ആ ഗ്രഹത്തിനെ കുറിച്ചാണ്. നിഫൽഹെയിം എന്നാണ് ആ ഗ്രഹത്തിന്റെ പേര്. ഈ മനുഷ്യരാശിയെ ആ ഗ്രഹത്തിൽ വളർത്തിയെടുക്കണം, അതാണ് അയാളുടെ പ്ലാൻ. അതിനെക്കുറിച്ചാണ് അയാൾ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സമയം മിക്കിയാണെങ്കിൽ നാഷയുമായിട്ട് നല്ല അടുപ്പത്തിലായി. അങ്ങനെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് വളർന്ന് അവരിപ്പോ പ്രണയത്തിലാവുകയും ചെയ്തു. ഇപ്പൊ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് അവർ ആ സ്പേസ്ഷിപ്പിൽ ജീവിക്കുന്നത്. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈ മിക്കിയെ കാണുമ്പോൾ മാത്രം ശരിക്കും അത്ഭുതമാണ്. കാരണം എല്ലാ ദിവസവും മരിച്ച് പുനർജീവിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ഓരോരുത്തർ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ അടുത്തൊരു ഡൗട്ട് ചോദിക്കും, ഈ മരിക്കുമ്പോൾ എന്താണ് നിനക്ക് അനുഭവപ്പെടുന്നതെന്ന്. എന്നാൽ അതിനു മാത്രം അവനൊരു മറുപടി പറയുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൻ കഫ്റ്റേരിയയിൽ വെച്ചിട്ട് മറ്റൊരു പെൺകുട്ടി പരിചയപ്പെട്ടു. ഇവളുടെ പേര് കായ് എന്നാണ്. ഇവളും ഒരു സെക്യൂരിറ്റി ഓഫീസറാണ്. ഈ കായ്ക്കും മിക്കയെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ അവൻ ഓൾറെഡി ഒരു അഫെയറിലായതുകൊണ്ട് അവൾ ആ ഇഷ്ടമൊന്നും അവനോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ 4 വർഷത്തെ യാത്രയ്ക്ക് ശേഷം അവർ ആ ഗ്രഹത്തിലേക്ക് ലാൻഡ് ചെയ്തു. എന്നാൽ ഗ്രഹത്തിൽ ലാൻഡ് ചെയ്തെങ്കിലും എല്ലാവർക്കും ഡയറക്റ്റ് ആയിട്ട് ആ ഗ്രഹത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റത്തില്ല. അവിടുത്തെ അന്തരീക്ഷത്തിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യം അവർക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവർ ആദ്യം മിക്കിയാണ് ഇറക്കി വിടുന്നത്. അങ്ങനെ അവൻ ആ ഗ്രഹത്തിലേക്ക് ഇറങ്ങി അവിടുത്തെ വായു മൊത്തം വലിച്ചെടുത്തു. അതോടുകൂടെ അവൻ ഇൻഫെക്റ്റഡ് ആവുകയും ചെയ്തു. അവനെ തിരിച്ച് ലാബിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവൻ വല്ലാണ്ട് ചോര ഛർദ്ദിക്കുകയാണ്. ഇനിയിപ്പോൾ അവനെ ടച്ച് ചെയ്താൽ മതി, ബാക്കിയുള്ളവർ ഇൻഫെക്റ്റഡ് ആവും. അതുകൊണ്ട് തന്നെ അവനെ പിടിച്ചിട്ട് ആ സൈക്ലറിന്റെ അകത്തേക്ക് ഇട്ടു. എന്നാൽ കൊന്നുകളയുന്നതിന് മുമ്പ് അവന്റെ ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മിക്കി 12, 13, 14, 15, 16 ഇത്രയും ആൾക്കാരെ പ്രിന്റ് ചെയ്തിട്ട് അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഗ്രഹത്തിലേക്ക് ഇറക്കി വിട്ടു. ഓരോ തവണ അവനെ ഇറക്കി വിടുമ്പോഴും അവന്റെ ബ്ലഡ് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ ഇത്രയും മിക്കികളുടെ ബ്ലഡ് പരിശോധിച്ചതിൽ നിന്നും അവരൊരു വാക്സിൻ കണ്ടെത്തി. എന്നിട്ട് ആ വാക്സിൻ എടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് കുത്തിവെച്ചു. ഇനിയിപ്പം ആ സ്പേസ്ഷിപ്പിലുള്ള എല്ലാവരും സേഫാണ്. അവർക്ക് ഇനി സ്യൂട്ട് പോലും ഇടാതെ ആ ഗ്രഹത്തിൽ സിമ്പിളായിട്ട് ഇറങ്ങി നടക്കാൻ പറ്റും. അങ്ങനെ ഒരു ദിവസം മിക്കിയും ടീമും കൂടെ ആ ഗ്രഹം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെയൊക്കെ നടന്ന് കാണുന്നതിനിടയിൽ അവരൊരു ഗുഹയ്ക്കുള്ളിലേക്ക് എത്തി. അവരിപ്പം അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ കൂട്ടത്തിൽ ആ കായ് എന്ന് പറയുന്ന പെൺകുട്ടിയുണ്ട്. പെട്ടെന്നാണ് ഒരു ക്രീപ്പർ വന്നിട്ട് കായിനെ അറ്റാക്ക് ചെയ്യുന്നത്. ഈ ഒരു സമയത്താണ് അവർ ആദ്യമായിട്ട് ആ ജീവിയെ കാണുന്നത്. ആ ജീവി കായിനെ അറ്റാക്ക് ചെയ്യുന്നത് കാണുമ്പോൾ ബാക്കിയുള്ളവരാണെങ്കിൽ അവളെ അവിടെ നിന്ന് പിടിച്ച് കയറ്റുകയും ചെയ്തു. മാത്രമല്ല അവർ ഷൂട്ട് ചെയ്ത് ആ ജീവി അവിടെ നിന്ന് ഓടിച്ചു വിടുകയാണ്. ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും എന്ന കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവർ ആ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഈ സമയത്താണ് ആ കൂട്ടത്തിൽ ജെന്നിഫർ എന്ന് പറയുന്ന ലേഡി മുകളിലായിട്ട് ഒരു ക്രീപ്പർ നിൽക്കുന്ന കാണുന്നത്. അത് അവിടെ കടന്ന് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടതും ജെന്നിഫർ മുകളിലേക്ക് ഷൂട്ട് ചെയ്തു. എന്നാൽ അവരിപ്പം നിൽക്കുന്ന ഈ ഗുഹ മൊത്തം ഐസാണ്. ഇപ്പൊ ജെന്നിഫർ മുകളിലേക്ക് ഷൂട്ട് ചെയ്തപ്പം അവിടുത്തെ ഐസ് മൊത്തം തകർന്ന് അവളുടെ മേലേക്കാണ് വീഴുന്നത്. അതോടുകൂടെ ജെന്നിഫർ മരിച്ചു പോവാണ്. അങ്ങനെ ജെന്നിഫർ മരിച്ചതുകൊണ്ട് വളരെ നിരാശയിലാണ് അവരവരുടെ സ്പേസ്ഷിപ്പിലേക്ക് തിരിച്ചെത്തിയത്. ഇപ്പൊ അവരവിടെ ഇരിക്കുമ്പോൾ ആ കെന്നത്ത് അവരെ വീഡിയോ കോളിൽ വിളിച്ചു. അയാളിപ്പോ മിക്കിയോടാണ് സംസാരിക്കുന്നത്. വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട് അയാൾ ചോദിക്കുന്നത്, നീ എന്തുകൊണ്ട് ജെന്നിഫറിനെ കൊലക്കി കൊടുത്തു എന്നാണ്. നീയാണ് എക്സ്പെൻഡബിൾ, അതുകൊണ്ട് ചാവേണ്ടത് നീ ആയിരുന്നു. എന്നിട്ട് നിനക്ക് പകരം മരിച്ചതോ ഒരു ലേഡി. ഈ പെണ്ണുങ്ങളെ നമ്മൾ എന്തിനാണ് ഈ ഗ്രഹത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന കാര്യം നിനക്കറിയാലോ. ഈ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിലേ ഈ ഗ്രഹത്തിൽ നമുക്ക് മനുഷ്യരാശി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ.
അതുകൊണ്ട് അവള് മരിച്ചതിന്റെ കാരണക്കാരൻ നീ മാത്രമാണ്. ഇതിന്റെ ശിക്ഷ ഉറപ്പായിട്ട് നിനക്ക് ഞങ്ങൾ തരുന്നുണ്ട് എന്നൊക്കെയാണ് അയാൾ ഇങ്ങനെ ദേഷ്യത്തോടെ പറയുന്നത്. അതിനുശേഷം അയാളും അയാളുടെ ഭാര്യയും കൂടെ ആ ജീവിയെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അയാളിപ്പോൾ അയാളുടെ ഭാര്യയുടെ അടുത്ത് പറയുന്നത്, നീ കണ്ടില്ലേ ഈ ജീവികളെ, എന്തുമാത്രം ക്രീപ്പിയാണ് ഇവറ്റുകള്, മനുഷ്യ മാംസത്തിന് വേണ്ടി കുതിക്കുകയാണ് ഇവര്. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ജീവികളെ നമുക്ക് ക്രീപ്പേഴ്സ് എന്ന് വിളിക്കാം എന്നാണ് കെന്നത്ത് പറയുന്നത്. അങ്ങനെയാണ് ആ ജീവികൾക്ക് ക്രീപ്പേഴ്സ് എന്ന പേര് വന്നത്. അങ്ങനെ പിന്നെയും അവരവൻ ആ ഗ്രഹത്തിലേക്ക് ഇറക്കി വിട്ടു. ജെന്നിഫർ മരിക്കാൻ കാരണം നീയാണെന്ന് പറഞ്ഞിട്ട് അവർ നല്ല ശിക്ഷയും അവന് കൊടുത്തിട്ടുണ്ട്. അതായത് അവരവന്റെ ഭക്ഷണം പകുതിയായിട്ട് വെട്ടിക്കുറച്ചു. മാത്രമല്ല അവന്റെ ഡ്യൂട്ടി ടൈമും കൂട്ടി. ഇപ്പൊ ദിവസവും 14 മണിക്കൂർ അവൻ വർക്ക് ചെയ്യണം. ഇപ്പൊ അവരവന് കൊടുത്തിരിക്കുന്ന ജോലി എങ്ങനെയെങ്കിലും ഒരു ക്രീപ്പറിനെ പിടിച്ചുകൊണ്ട് അവരുടെ ലാബിലേക്ക് പോകണം. അതുവരെ അവന്റെ ഈ ശിക്ഷ ഇങ്ങനെ ആവർത്തിക്കും. അതിനെ തുടർന്ന് അവനിപ്പോ ആ ക്രീപ്പറിനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഇപ്പൊ അവൻ അങ്ങോട്ട് ഇറക്കി വിട്ടത് ടീമോ ആണ്. ടീമോ ആണെങ്കിൽ അവന്റെ ആ ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് അവനെ ഇങ്ങനെ ചുറ്റി കറങ്ങുന്നുണ്ട്. ഇപ്പൊ മിക്കിക്ക് വിശക്കുന്നോണ്ട് ഒരു പാരച്യൂട്ട് വഴി അവൻ ഫുഡ് താഴേക്ക് എത്തിച്ചു കൊടുത്തു. അങ്ങനെ മിക്കി ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ നിൽക്കുന്ന ഭാഗം തകർന്നിട്ട് അവനൊരു കുഴിയിലേക്ക് വീണു പോകുന്നത്. ഇങ്ങനെയാണ് ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച പോലെ അവൻ ആ കുഴിയിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ അവനെ അവിടെ മരിക്കാൻ വിട്ടതിന് ശേഷം ടീം അവിടുന്ന് പോയി. ഈ സമയത്താണ് ആ ക്രീപ്പേഴ്സ് വന്നിട്ട് അവനെ പിടിക്കുന്നത്. എന്നാൽ അവനെ പിടിക്കുമെങ്കിലും ആ ക്രീപ്പേഴ്സ് അവനെ കൊല്ലുന്നില്ല. ആ ജീവികളുടെ അമ്മ അതിന്റെ വാലിൽ ചുറ്റി അവനെങ്ങനെ വലിച്ചോണ്ട് പോവാണ്. അങ്ങനെ കുറെ വലിച്ചോണ്ട് പോയി ഒരു സ്ഥലത്തെത്തുമ്പോൾ ആ ജീവികളെല്ലാം കൂടെ ചേർന്ന് അവൻ ആ ഗുഹയിൽ നിന്ന് വെളിയിലേക്ക് എടുത്തു. അവരുകളെ കാണിക്കുന്ന കണ്ട് അവനൊന്നും മനസ്സിലാവുന്നില്ല. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റിന് ശേഷം ആ ജീവികളോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്താണ് എന്നെ തിന്നാത്തത്? ഞാൻ നല്ല ടേസ്റ്റുള്ള ഇറച്ചിയാണ്, എന്നെ വേഗം തിന്ന് എന്നൊക്കെ അവൻ അവിടെ നിന്ന് പറയുന്നുണ്ട്. എന്നാൽ ജീവികൾ അവനൊന്നും ചെയ്യുന്നില്ല. അവറ്റകൾ അവനോട് സംസാരിക്കുന്നുണ്ട്, എന്നാൽ ആ കാര്യം അവന് മനസ്സിലാവുന്നില്ല. പക്ഷെ ഒരു കാര്യം അവന് മനസ്സിലായി, ആ ജീവികൾ അവനോട് യാത്ര പറയാണെന്ന്. അങ്ങനെ അവനോട് യാത്ര പറഞ്ഞിട്ട് ആ ജീവികൾ അവിടെ നിന്ന് പോയി. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് അവനെ തിരിച്ച് സ്പേസ് ഷിപ്പിൽ എത്തണം. അതിനുവേണ്ടി അവൻ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. ഈ സമയത്താണ് അവൻ അവരുടെ ഒരു വണ്ടി കാണുന്നത്. അവൻ ഉറക്കെ അതിലെ ഡ്രൈവറെ വിളിക്കാൻ തുടങ്ങി. എന്നാൽ വണ്ടിക്കകത്ത് പാട്ട് വെച്ചിരിക്കുന്ന കാരണം അയാൾ അത് കേൾക്കുന്നില്ല. ഈ സമയം മിക്കി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടിയുടെ പുറകെ ഓടി അതിന് പുറകിലേക്ക് ചാടി കയറാണ്. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവരവരുടെ സ്പേസ് ഷിപ്പിലേക്ക് എത്തി. അങ്ങനെ മിക്കി ഇപ്പം അവന്റെ റൂമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്നാൽ അവൻ അവിടേക്ക് എത്തി അവന്റെ ബെഡിൽ കിടക്കുമ്പോഴാണ് അവൻ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. ഇപ്പൊ ഇവ മരിച്ചു എന്ന് കരുതിയിട്ട് അവരടുത്ത മിക്കിയെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അതെ, മിക്കി 18. അവനെ കണ്ടതും മിക്കി 17 ഒരു ഞെട്ടലായിരുന്നു. കാരണം ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെ രണ്ടുപേർ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അതിനെ മൾട്ടിപ്പിൾസ് എന്നാണ് പറയുന്നത്. എന്നാൽ ഈ മിക്കി 17 പോലെ ആയിരുന്നില്ല മിക്കി 18. സ്വഭാവത്തിന് മാത്രം ചെറിയ വ്യത്യാസമുണ്ട്. ഈ മിക്കി 17 ഒരു നിഷ്കളങ്കനായിരുന്നെങ്കിൽ മിക്കി 18 അങ്ങനെയല്ല. അവനൊരു കലിപ്പനാണ്. ഈ മൾട്ടിപ്പിൾസ് ഉണ്ടായി കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളുണ്ട്. അതറിയാവുന്നതുകൊണ്ട് തന്നെ 18-17 അടുത്ത് പറയുന്നത്, നീ ഇപ്പം മരിക്കേണ്ടവനാണ്, പിന്നെ എന്തിനു നീ തിരിച്ചു വന്നു? നിനക്കറിയാലോ മൾട്ടിപ്പിൾസ് ഉണ്ടായി കഴിഞ്ഞാൽ പ്രശ്നമാണ്, അതുകൊണ്ട് ഉടനെ തന്നെ നീ മരിക്കണം എന്നാണ് 18 പറയുന്നത്. എന്നാൽ മിക്കി 17 ഇപ്പൊ മരിക്കാൻ താല്പര്യമില്ല. വേണമെങ്കിൽ നീ മരിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് മിക്കി 17 അവിടെ നിന്ന് ഓടിപ്പോവാണ്. അത് കണ്ട ഉടനെ തന്നെ 18 എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന ഒരു ഡംബൽ എടുത്തിട്ട് 17 നേരെ ഒരൊറ്റ ഏറ് കൊടുക്കുന്നു. അതോടുകൂടെ 17 താഴേക്ക് വീഴാണ്. ഇനി എന്താണ് ഈ മൾട്ടിപ്പിൾസിന്റെ പ്രശ്നം? അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഈ മനുഷ്യനെ പ്രിന്റ് ചെയ്യുന്ന ഈ മെഷീൻ കണ്ടുപിടിച്ചത് 2-3 പേര് ചേർന്നിട്ടാണ്. അത് കണ്ടുപിടിച്ചതിനെ തുടർന്ന് അത് വലിയൊരു സംഭവമായിരുന്നു. ഗവൺമെന്റിന്റെ ആൾക്കാരൊക്കെ കൂടെ ഒരു മീറ്റിംഗ് ഒക്കെ വെച്ചു. ഇപ്പൊ ഗവൺമെന്റിന്റെ ആൾക്കാർ ആ പ്രിന്റിംഗ് മെഷീൻ കണ്ടുപിടിച്ച ആൾക്കാരുടെ അടുത്ത് ചോദിക്കുന്നത് ഈ മെഷീനെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്നാണ്. എന്നാൽ അവര് പറഞ്ഞത് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാവത്തില്ല എന്നാണ്. എന്നാൽ ഇത് കണ്ടുപിടിച്ചവന്മാരുടെ കൂട്ടത്തിൽ ഒരു സൈക്കോ ഉണ്ടായിരുന്നു. അവന്റെ പേര് അലൻ മാനിക്കോവ എന്നാണ്. അവനൊരു സീരിയൽ കില്ലറായിരുന്നു. അവനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോരുത്തരെ കൊന്നു തള്ളാൻ തുടങ്ങി. കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഈ അലനാണ് ആ സീരിയൽ കില്ലർ എന്ന കാര്യം പോലീസുകാർക്ക് മനസ്സിലായത്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ അവർക്ക് മനസ്സിലായി. അലൻ ഒറ്റയ്ക്കല്ല ഈ കൊലപാതകങ്ങളൊന്നും ചെയ്തുകൊണ്ടിരുന്നത്. പോലീസുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവൻ അവന്റെ മറ്റൊരു രൂപം കൂടെ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവര് രണ്ടുപേരും കൂടെയാണ് ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തത്. അങ്ങനെ പോലീസുകാർ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് അവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഈ സമയം പോലീസുകാർ അറിയാത്ത മറ്റൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. ഈ അലന്റെ മൂന്നാമതൊരുത്തിനെ കൂടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 2 പേര് പോലീസ് കസ്റ്റഡിയിലായപ്പോൾ മൂന്നാമനാണ് ആ കൊലപാതകങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരുന്നത്. അതും മനസ്സിലായി കഴിയുമ്പോൾ അവനെയും പിടിച്ചു. അപ്പൊ ഇപ്പൊ മൊത്തത്തില് 3 അലനുണ്ട്. അത് പിന്നീട് വലിയ വാർത്തയായി. പത്രക്കാരാണ് ഇതിന് മൾട്ടിപ്പിൾസ് എന്ന പേര് കൊടുത്തത്. ഇപ്പൊ ജനങ്ങൾക്ക് ഈ മൾട്ടിപ്പിൾസ് എന്ന പേര് കേട്ടാൽ തന്നെ പേടിയാണ്. ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിന്റിംഗ് മെഷീൻ ഭൂമിയിൽ നിരോധിച്ചു. അതിനെ തുടർന്ന് ഒരു മീറ്റിംഗ് കൂടെ നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ സംസാരിച്ച് കെന്നത്താണ്. അയാൾ പറഞ്ഞത് ഈ പ്രിന്റിംഗ് മെഷീൻ ഭൂമിയിൽ നിരോധിച്ചത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നമുക്ക് ആ മെഷീൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റത്തില്ല. അത് വെച്ച് നമ്മുടെ ഗവൺമെന്റിന് വേണ്ടി നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഭൂമിയിൽ ഈ പ്രിന്റിംഗ് മെഷീൻ ഉപയോഗിക്കേണ്ട. നമ്മൾ സ്പേസ് എക്സ്പെഡീഷൻ നടത്തുന്നുണ്ടല്ലോ, അവിടെ ഈ പ്രിന്റിംഗ് മെഷീൻ ഉപയോഗിക്കാം. ഞങ്ങളിപ്പോൾ ഉടനെ തന്നെ നിഫൽഹെയിം എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിലേക്ക് പോകുന്നുണ്ട്. അവിടുത്തെ പരീക്ഷണങ്ങളൊക്കെ നടത്താൻ വേണ്ടി ഈ പ്രിന്റിംഗ് മെഷീനാണ് ഞങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഇനി അവിടെ എങ്ങാനും മൾട്ടിപ്പിൾസ് ഉണ്ടാവുകയാണെങ്കിൽ ആ മൾട്ടിപ്പിൾസിന് ഉടനെ തന്നെ കൊന്നു കളയുന്നതായിരിക്കും എന്നൊക്കെയായിരുന്നു അന്നത്തെ ആ മീറ്റിംഗിൽ കെന്നത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു ആശയം നല്ലതാണ് എന്ന കാര്യം ഗവൺമെന്റിന്റെ ആൾക്കാർക്ക് മനസ്സിലായി. അതുകൊണ്ട് മറ്റ് ഗ്രഹങ്ങളിൽ ആ പ്രിന്റിംഗ് മെഷീൻ ഉപയോഗിക്കാം എന്ന കാര്യത്തിന് അവർ അപ്രൂവൽ കൊടുത്തു.
ഇതാണ് ഈ മൾട്ടിപ്പിൾസിന്റെ പ്രശ്നം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആ സ്പേസ് ഷിപ്പിൽ ആൾക്കാർ 2 മിക്കികൾ ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവരെ 2 പേരെ അവർ കൊന്നു കളയും. പിന്നെ മിക്കി എന്ന് പറയുന്ന ഒരാളുണ്ടാവത്തില്ല. അങ്ങനെ മിക്കി 18 17 വലിച്ചുകൊണ്ട് പോകുന്നത് ആ സൈക്ലറിന്റെ അടുത്തേക്കാണ്. അതിനകത്തേക്ക് ഇട്ട് അവനെ കൊന്നു കളയാനാണ് മിക്കി 18 ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ 18 17 പിടിച്ചിട്ട് ആ സൈക്ലറിന്റെ അകത്തേക്ക് ഇടാൻ ശ്രമിക്കുമ്പോൾ 17 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് മിക്കി നീ എന്നെ കൊല്ലുന്നത്? ദയവ് ചെയ്ത് നീ എന്നെ കൊല്ലല്ലേ, നമുക്ക് 2 പേർക്കും ആരും അറിയാതെ ഇവിടെ ജീവിക്കാം, എന്നിട്ട് നമ്മുടെ ജോലികളും നമ്മുടെ ഭക്ഷണങ്ങളും നമുക്ക് പരസ്പരം ഷെയർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് 17 18ന്റെ അടുത്ത് അപേക്ഷിക്കാൻ തുടങ്ങി. പക്ഷെ അതുകൊണ്ടൊന്നും 18 അവനെ വിടാൻ കൂട്ടാക്കുന്നില്ല. നീ മരിച്ചിട്ടില്ലെങ്കിൽ അത് എന്റെ നിലനിൽപ്പിനെയാണ് ബാധിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് 18 വീണ്ടും അവൻ ആ സൈക്ലറിന്റെ അകത്തേക്ക് തള്ളുകയാണ്. ഈ സമയത്താണ് ആ ടീമോയും വേറൊരുത്തരും അങ്ങോട്ട് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ 18 17നെയും പിടിച്ച് അപ്പുറത്തേക്ക് മാറിയെന്നു. എന്നിട്ട് അവരിപ്പം ടീമോ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം ടീമോ അവിടെ ചെയ്യുന്നത് മറ്റവനൊരു ഡ്രഗ്സ് വിൽക്കുകയാണ്. ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത് അവരുപയോഗിക്കുന്ന തോക്കുണ്ടല്ലോ, ഫ്ലെയിം ത്രോവർ, അതിന്റെ ഫ്യൂവലാണ്. ഇതിന് ഓക്സി എന്നാണ് പറയുന്നത്. ഈ ഡ്രഗ്സ് വിൽക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഇല്ലീഗലാണ്. അതുകൊണ്ട് തന്നെ ടീമോ അങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ മിക്കി 18ന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. അവനിപ്പോ 17ന്റെ അടുത്ത് പറയുന്നത് ഇവൻ ഒറ്റൊരുത്തൻ കാരണമാണ് നമ്മളിപ്പോ ഈ ഒരു അവസ്ഥയിലായിരിക്കുന്നത്. ഇവൻ ആ ലോണ് മൊത്തം എടുത്തിരിക്കുന്നത് ഭൂരിഭാഗം നമ്മുടെ പേരിലാണ്. അതുകൊണ്ടാണ് നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ പറ്റാതിരുന്നത്. അതുകൊണ്ട് ഇവനെ വെറുതെ വിടാൻ പറ്റത്തില്ല, ഞാൻ ഇവനെ കൊല്ലാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് 18 വേഗം ടീമോന്റെ അടുത്തേക്ക് ചെന്നു. അതിനുശേഷം അവനെ പിടിച്ചിടിക്കാൻ തുടങ്ങി. ഈ മിക്കി വന്ന് അവനെ ഇടിക്കുന്നത് കാണുമ്പോൾ ടീമോക്ക് ശരിക്കും അത്ഭുതമായി. നീ എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്നൊക്കെ ടീമോ ചോദിക്കുന്നുണ്ട്. എന്നാൽ 18 അതൊന്നും മൈൻഡ് ചെയ്യാതെ അവനെ പിടിച്ചിട്ട് ആ സൈക്ലറിന്റെ അകത്തേക്ക് ഇടാണ്. എന്നാൽ ആ കുഴിയുടെ അപ്പുറത്തും പിടിച്ചുകൊണ്ട് ടീമോ താഴേക്ക് വീണുപോയില്ല. ഈ സമയത്താണ് മിക്കി 17 എഴുന്നേറ്റിട്ട് 18ന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അവൻ നമ്മുടെ ഫ്രണ്ടാണ്, അവനെ കൊല്ലാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് 17 18ന് പിടിച്ചിടിക്കാൻ തുടങ്ങി. അങ്ങനെ അവര് തമ്മിലുള്ള ഒരു ഫൈറ്റ് നടക്കുകയാണ്. കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം 17 അവിടെ ഇടിച്ചിട്ടിട്ട് 18 അവിടെ നിന്നൊരു കമ്പി എടുത്തു. എന്നിട്ട് അത് വെച്ചിട്ട് ടീമോയെ കുത്തി താഴേക്ക് ഇടാനാണ് അവൻ ശ്രമിക്കുന്നത്. എന്നാൽ ഈ സമയത്താണ് 2 ആൾക്കാർ അങ്ങോട്ട് വരുന്നത്. അതിലൊരാള് നാഷയും മറ്റേത് ഏജന്റ് സെയ്ക്കുമാണ്. എന്താണ് ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ താഴേക്ക് ഇറങ്ങി വരുന്നത്. ഒന്നുമില്ല, നമ്മുടെ ടീമോ കാല് തെറ്റി സൈക്ലറിന്റെ അകത്തേക്ക് വീണു, ഞാൻ ഇവനെ രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് 18 പറയുന്നത്. അവരോടത് പറഞ്ഞതിന് ശേഷം മിക്കി ടീമോയുടെ അടുത്ത് പറയുന്നത്, ഇവിടെ നടന്ന കാര്യങ്ങളെങ്ങാനും നീ പുറത്തു പറയുകയാണെങ്കിൽ നീ ഇവിടെ ഡ്രഗ്സ് വിൽക്കുന്ന കാര്യം ഞാനും വെളിയിൽ പറയും, അതുകൊണ്ട് വായടച്ച് മിണ്ടാതിരുന്നോളണം എന്ന് പറഞ്ഞിട്ട് മിക്കി ടീമോനെ ആ സൈക്ലറിൽ നിന്ന് പുറത്തേക്ക് കയറ്റി. ഈ സമയം മിക്കി 17 ആണെങ്കിൽ അവിടെ ഇപ്പോൾ ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ ടീമോയെ വലിച്ചു കയറ്റിയതിനു ശേഷം എല്ലാവരും കൂടെ അവിടുന്ന് പോയി. ഇപ്പൊ നാഷയുള്ളത് മിക്കി 18ന്റെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ 17 ശരിക്കും ടെൻഷനായി. ഇനി അവളെയും അവൻ തട്ടിയെടുക്കോ എന്ന പേടിയാണ് മിക്കി 17. അവനിപ്പോ ആരും കാണാതെ അവരുടെ പുറകെ എങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ആ സ്പേസ് ഷിപ്പിലെ വേറെ 2 ആൾക്കാർ മിക്കി 17ന്റെ അടുത്തേക്ക് വരുന്നത്. അവർ വന്ന ഉടനെ തന്നെ അവന്റെ കയ്യിൽ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അവരിപ്പോ അവനോട് പറയുന്നത്, ഈ മാസത്തെ എംപ്ലോയി ഓഫ് മന്ത് നീയാണ്, അതുകൊണ്ട് ഇന്നത്തെ നിന്റെ ഡിന്നർ നമ്മുടെ ബോസിന്റെ കൂടെയാണ് എന്ന് പറഞ്ഞിട്ട് അവരവനെ കെന്നത്തിന്റെ അടുത്തേക്കാണ് വിളിച്ചോണ്ട് പോകുന്നത്. പോകുന്ന വഴിക്ക് അവന് ശരിക്കും ടെൻഷനുണ്ട്. അവൻ ഇപ്പോഴും ചിന്തിക്കുന്നത് നാഷയെ കുറിച്ചാണ്. ഇനി മിക്കി 18 അവളും തമ്മിലൊരു റിലേഷനിലാവോ എന്ന പേടിയാണ് അവന്. അങ്ങനെ 17 ഇപ്പം കെന്നത്തിന്റെയും അയാളുടെ ഭാര്യയുടെ അടുത്തെത്തി. അവന് വേണ്ടി ഇഷ്ടം പോലെ ഭക്ഷണ സാധനങ്ങൾ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ കെന്നത്തിന്റെ ഭാര്യയായ ഇൽഫ ഈ സോസ് ഉണ്ടാക്കുന്നതിലും മിടുക്കിയാണ്. അവളിപ്പം പുതിയൊരു സോസ് ഉണ്ടാക്കി അത് മുക്കിയ ഇറച്ചിയാണ് അവന് കഴിക്കാൻ കൊടുത്തിരിക്കുന്നത്. വല്ലപ്പോഴും ഇങ്ങനത്തെ ഫുഡ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പൊ അവൻ നാഷിയൊക്കെ മറന്ന് ആ ഭക്ഷണം ഇങ്ങനെ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഡിന്നർ പാർട്ടിക്ക് അവർ കായിനെ ക്ഷണിച്ചിട്ടുണ്ട്. അവളിപ്പോൾ അങ്ങോട്ട് വന്നു. അങ്ങനെ ആ ഭക്ഷണം കുറെ അടിച്ചു കയറ്റി കഴിയുമ്പോഴാണ് മിക്കി വല്ലാണ്ട് ഛർദ്ദിക്കുന്നത്. അതോടുകൂടെ അവിടുത്തെ സയന്റിസ്റ്റുകളൊക്കെ അങ്ങോട്ട് ഓടിയെത്തി. ഇപ്പൊ അവൻ ഛർദ്ദിക്കാനുള്ള കാരണം ആ ഇറച്ചിയാണ്. അവനിപ്പോ കഴിച്ചത് ഒരു ജീവിയുടെ ഇറച്ചിയല്ല, അത് അവർ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണ്. അതിനെന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൻ ഛർദ്ദിച്ചത്. മാത്രമല്ല അവന് വല്ലാണ്ട് വേദനയും എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സയന്റിസ്റ്റ് വന്നിട്ട് അവനൊരു മരുന്ന് കുത്തിവെച്ചു കൊടുത്തു. എന്നിട്ടും അവന്റെ വേദന മാറുന്നില്ല. ഇതെല്ലാം കാണുമ്പോൾ കെന്നത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പം ഇവൻ ഇതുപോലെ വെച്ചോണ്ടിരുന്നത് ശരിയാവത്തില്ല, നമുക്ക് ഇവനെ കൊന്നു കളയാന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു തോക്കെടുത്തു. എന്നാൽ കായ് ഇതിന് സമ്മതിക്കുന്നില്ല. നിങ്ങൾ ഇവനെ കൊല്ലണ്ട, എന്തിനാണ് കൊല്ലുന്നത്? ഇവൻ നമുക്ക് ഇത്രയും ഉപകാരങ്ങൾ ചെയ്തല്ലേ, കുറച്ചു സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം, അവന്റെ വേദന മാറിക്കോളും, ആ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവള് മിക്കി 17 വിളിച്ചോണ്ട് അവളുടെ റൂമിലേക്ക് ചെന്നു. അങ്ങനെ റൂമിലെത്തിയതിനു ശേഷം അവൾ എന്തൊക്കെയോ വെള്ളമൊക്കെ അവന് കുടിക്കാൻ കൊടുത്തു. ഈ ഒരു സമയമാകുമ്പോഴേക്കും അവന്റെ വേദനയൊക്കെ പോയി അവനിപ്പോ നോർമൽ അവസ്ഥയിലായിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ കായ് അവളുടെ ഇഷ്ടം അവന്റെ അടുത്ത് പറയാണ്. എന്നാൽ മിക്കി അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. എനിക്ക് നാഷയെ കാണുമെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ നാഷയുടെ റൂമിലേക്കാണ് ചെല്ലുന്നത്. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും മൾട്ടിപ്പിൾസ് ഉണ്ടായി എന്നുള്ള കാര്യം മിക്കി 18 നാഷയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 2 പേരെ ഒരുമിച്ച് കാണുമ്പോൾ അവൾക്ക് ശരിക്കും അത്ഭുതമായി. അവളിപ്പോ അവരുടെ അടുത്ത് പറയുന്നത്, ഈ കാര്യം നമ്മൾ പുറത്തറിയിക്കേണ്ട, നിങ്ങളുടെ ജോലി നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ നിന്നാൽ മതി എന്നാണ്. അങ്ങനെ അവരവിടെ ഇരുന്നിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് കായ് അങ്ങോട്ട് കയറി വരുന്നത്. അപ്പൊ മൾട്ടിപ്പിൾസ് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം അവൾക്കും മനസ്സിലായി. അത് കണ്ട നിമിഷം തന്നെ അവൾ വെളിയിലേക്ക് ഇറങ്ങി പോവാണ്. അവൾ ഉറപ്പായിട്ടും വേറെ ആരുടെ അടുത്തേക്ക് ചെന്ന് ഇത് പറയും എന്ന കാര്യം നാഷയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നാഷ അവളുടെ അടുത്തേക്ക് ചെന്നു. നീ ദയവ് ചെയ്ത് ഈ കാര്യം ആരുടെ അടുത്തും പറയരുത്, അങ്ങനെ നീ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മിക്കി ഇവിടെ ഉണ്ടാവത്തില്ല എന്നൊക്കെയാണ് നാഷ പറയുന്നത്.
അതേക്കുമ്പോ ഓക്കെ, ഞാൻ ആരോടും പറയുന്നില്ല. അങ്ങനെ ഞാൻ ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ നീ എനിക്ക് വേണ്ടി മറ്റൊരു കാര്യം ചെയ്യണം. ഇപ്പൊ 2 മിക്കി ഉണ്ടല്ലോ, നീ 18 എടുത്തോ, 17 ഞാൻ എടുത്തോളാം എന്നാണ് അവള് പറയുന്നത്. ഇതേ സമയം തന്നെ മിക്കി 17ഉം 18ഉം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കെന്നത്തിന്റെ ആ റൂമിൽ വെച്ച് എന്താണ് നടന്നത് എന്ന കാര്യങ്ങളൊക്കെയാണ് 18 ചോദിക്കുന്നത്. അവനുണ്ടായ കാര്യങ്ങളൊക്കെ 18ന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അയാൾ ഇത്രയൊക്കെ അവനെ ഉപദ്രവിച്ചു എന്ന കാര്യം 18 മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാൾ ഉടനെ തന്നെ കൊന്നു കളയണം എന്നാണ് 18 പറയുന്നത്. ഈ സമയം അവർ അവിടുത്തെ ടിവിയിൽ നോക്കുമ്പോൾ അയാളുടെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഗ്രഹത്തിലുള്ള ഒരു കല്ല് അയാൾ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ അവരുടെ പേരൊക്കെ എഴുതി വെക്കണം എന്നൊക്കെയാണ് അവിടുത്തെ മീറ്റിംഗിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മിക്കി 18 ഉടനെ തന്നെ കെന്നത്തിനെ കൊല്ലാൻ വേണ്ടി ആ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. ഈ സമയമാകുമ്പോഴേക്കും അവരെ കല്ലൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അയാൾ പറയുന്നൊക്കെ കേട്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ആർപ്പ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം മിക്കി അവന്റെ തോക്കെടുത്ത് അയാൾക്ക് നേരെ ചൂണ്ടി. എന്നാൽ പെട്ടെന്നാണ് ആ കല്ലിന്റെ ഇടയിൽ നിന്നും ഒരു ക്രീപ്പർ വെളിയിലേക്ക് ചാടുന്നത്. അതിനെ കണ്ടതും അവിടെയുള്ള ആൾക്കാരൊക്കെ ചെതറി ഓടുകയാണ്. എന്നാൽ കുറച്ച് സയന്റിസ്റ്റുകളാണെങ്കിൽ ആ ക്രീപ്പറിനെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും മിക്കി 17 അങ്ങോട്ട് എത്തി. മിക്കി 17 കാണുമ്പോൾ എത്രയും പെട്ടെന്ന് ആ ജീവിയെ പിടിക്കി എന്നാണ് കെന്നത്ത് അവന്റെ അടുത്ത് പറയുന്നത്. അത് കേട്ട ഉടനെ മിക്കി 17 ഇപ്പൊ ആ ജീവിയുടെ പുറകെ ഓടുകയാണ്. അങ്ങനെ ആ ജീവിയുടെ അടുത്ത് എത്തുമ്പോൾ അവനൊരു പ്രത്യേക രീതിയിലുള്ള ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അതായത് അവൻ ആ ജീവിയുടെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ആ ശബ്ദം ഉണ്ടാക്കുന്ന കാണുമ്പോൾ ആ ജീവിയും ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. ഇതെല്ലാം ഡൊറോത്തി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെയും മിക്കി ആ ജീവിക്ക് പുറകെ ഓടുകയാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് അവൻ ആ ജീവിയെ പിടിച്ചു. അതിനുശേഷം അവൻ അതിനൊരു കവറിന്റെ അകത്തേക്ക് ഇട്ടു. എന്നാൽ ഈ സമയത്താണ് മിക്കി 18 ആ തോക്കുമായിട്ട് അവിടെ നിന്ന് എഴുന്നേക്കുന്നത്. അവനിപ്പോ വീണ്ടും ആ തോക്കെടുത്തിട്ട് കെന്നത്തിന് നേരെ ചൂണ്ടി. ഈ ഒരു സമയത്താണ് മൾട്ടിപ്പിൾസ് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം അയാൾക്ക് മനസ്സിലാവുന്നത്. എന്നാൽ അവൻ അയാൾക്ക് നേരെ ഷൂട്ട് ചെയ്യുമ്പോഴേക്കും ബാക്കിയുള്ളവർ വന്ന് അവനെ പിടിച്ചു. അതുകൊണ്ട് ആ വെടി കൊണ്ടിരിക്കുന്ന കല്ലിനാണ്. ഈ സമയം കെന്നത്താണെങ്കിൽ ആ കല്ലിൽ ആ വെടി കൊണ്ട ഭാഗമാണ് നോക്കുന്നത്. പെട്ടെന്നാണ് അതിനകത്തു നിന്നും മറ്റൊരു ക്രീപ്പർ വന്നിട്ട് അയാളെ ചാടിപ്പിടിക്കുന്നത്. അയാളാണെങ്കിൽ അത് പിടിച്ച ഉടനെ തന്നെ തട്ടി മാറ്റുകയും ചെയ്തു. അങ്ങനെ ആ ജീവി താഴേക്ക് വീണപ്പം ബാക്കിയുള്ള ആൾക്കാരൊക്കെ അതിനെ വെടിവെച്ച് കൊല്ലുകയാണ്. അങ്ങനെ ആ ജീവി ചത്തു കഴിയുമ്പോൾ കെന്നത്ത് അടുത്ത ഓർഡർ ഇട്ടു. ഈ മൾട്ടിപ്പിൾസിനെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യും എന്നാണ് അയാൾ പറയുന്നത്. അതിനെ തുടർന്ന് എല്ലാവരും ചേർന്ന് 2 മിക്കികളെയും പിടിച്ചു. ഇതേ സമയം തന്നെ അവർ ആദ്യം പിടിച്ച ആ ക്രീപ്പർ ഇപ്പോഴും ആ കവറിന്റെ അകത്തിരിക്കുന്നുണ്ട്. അതിങ്ങനെ ഒച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശബ്ദം പുറത്തു നിൽക്കുന്ന ആ ജീവിയുടെ അമ്മയും കേൾക്കുന്നുണ്ട്. അവറ്റകളെല്ലാവരും ഇപ്പൊ ആ സ്പേസ് ഷിപ്പിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ 2 മിക്കികളെയും അവർ അറസ്റ്റ് ചെയ്തിട്ട് ഒരു കൂട്ടിനകത്താക്കി. അവരെ സഹായിച്ചതിന് നാഷയെ അവർ കൂട്ടിനകത്തിട്ടു. ഇപ്പൊ നാഷ അവരുടെ അടുത്ത് പറയുന്നത് നമുക്ക് ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. 18 ഒരു കാര്യം ചെയ്യും, നീ കെന്നത്തിനെയല്ല കൊല്ലാൻ ശ്രമിച്ചത്, ആ ജീവിയാണ് കൊല്ലാൻ ശ്രമിച്ചത് എന്ന കാര്യം പോയി ചെന്ന് പറയും. അങ്ങനെ വരുമ്പോൾ അയാൾ നിങ്ങളെ വെറുതെ വിട്ടേക്കും എന്നാണ് നാഷ പറയുന്നത്. അതേക്കുമ്പോ അങ്ങനെയൊന്നും അയാൾ വെറുതെ വിടത്തില്ല, മൾട്ടിപ്പിൾസ് ഉണ്ടാവുന്നതന്നെ പ്രശ്നമാണ്, അതുകൊണ്ട് അവർ ഉറപ്പായിട്ട് ഞങ്ങളെ കൊല്ലും എന്നാണ് 18 പറയുന്നത്. മാത്രമല്ല ഇതിനെല്ലാം കാരണം ഈ 17 ഒറ്റ ഒരുത്തനാണ്. ആ ജീവി ഇവനെ കൊന്നിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു എന്നാണ് 18 പറയുന്നത്. അതേക്കുമ്പോ അതിനെ ഞാൻ ആ ജീവിയുടെ മുമ്പിൽ എന്നെ കൊല്ലാൻ വേണ്ടി നിന്നു കൊടുത്തതാണ്, പക്ഷെ ആ ജീവി എന്നെ കൊന്നില്ല, അവറ്റകൾ എനിക്കൊരു യാത്രയപ്പ് നടത്തുകയാണ് ചെയ്തത് എന്നാണ് 17 പറയുന്നത്. അവനത് പറയുമ്പോഴാണ് ആ ജീവികൾ മനുഷ്യരെ കൊല്ലത്തില്ല എന്ന കാര്യം നാഷയ്ക്ക് മനസ്സിലാവുന്നത്. ഈ സമയത്താണ് ആ ടീമോ അങ്ങോട്ട് വരുന്നത്. അയാളുടെ കൂടെ അയാളുടെ ഒരു അസിസ്റ്റന്റും ഉണ്ട്. ടീമോ ഇപ്പൊ വന്ന ഉടനെ തന്നെ അവരുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നിങ്ങൾ 2 പേരുണ്ടല്ലേ, ദയവ് ചെയ്ത് നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. നിങ്ങൾക്കറിയാലോ ആ കൊള്ളപ്പലിശക്കാരനെ പേടിച്ചിട്ടാണ് നമ്മളിപ്പോ ഇങ്ങോട്ട് പോന്നിരിക്കുന്നത്. എന്നാൽ നമ്മൾ വിചാരിച്ച പോലെയല്ല, അയാളുടെ ഒരാള് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ അത് ആരാണെന്ന് എനിക്ക് അറിയത്തില്ല. അയാളിപ്പോ എനിക്കൊരു കത്ത് അയച്ചിരിക്കുകയാണ്. ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് നിന്നെ തുണ്ടം തുണ്ടമായിട്ട് വെട്ടിക്കൊല്ലുന്ന വീഡിയോ അയാൾക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അയാൾ എന്നെ വെറുതെ വിടുന്നതാണ്. അതുകൊണ്ട് നിങ്ങളിൽ ഒരാളെ കൊല്ലാൻ ദയവ് ചെയ്ത് നിങ്ങൾ സമ്മതിക്കണം എന്നാണ് ടീമോ പറയുന്നത്. അങ്ങനെ അവനത് പറഞ്ഞതിന് ശേഷം അവന്റെ നിർദ്ദേശപ്രകാരം അവന്റെ അസിസ്റ്റന്റ് മിക്കി 17 നേരെ ഷോക്ക് അടിപ്പിക്കുകയാണ്. അതോടുകൂടെ അവൻ താഴേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ അവനെ കൊല്ലാൻ വേണ്ടി ആ കൂട്ടിൽ നിന്ന് വെളിയിലേക്ക് എടുത്തു. ഈ സമയം 18 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അവനെ ഉപദ്രവിക്കേണ്ട, അവന് വിട്ടേക്ക്, അവനൊരു പാവമാണ്, അതിന് പകരം നിങ്ങൾ എന്നെ കൊന്നോ എന്നാണ് 18 പറയുന്നത്. ടീമോക്ക് ഇപ്പൊ ആരായാലും മതിയല്ലോ, അതുകൊണ്ട് തന്നെ ടീമോ അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ടീമോയുടെ അസിസ്റ്റന്റ് ഇപ്പൊ മിക്കി 18ന്റെ അടുത്തേക്ക് ചെന്നു. എന്നാൽ പെട്ടെന്നാണ് മിക്കി 18 അവന്റെ കയ്യിൽ കയറി പിടിക്കുന്നത്. അതിനുശേഷം അവനെ അടിച്ച് താഴേക്ക് ഇട്ടു. ഈ സമയം നാഷയാണെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് ആ ടേസർ എടുത്ത് ടീമോയെ ഷോക്ക് അടിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് അയാളുടെ പോക്കറ്റിൽ നിന്ന് ആ കീ എടുത്ത് അവള് വെളിയിലേക്ക് ഇറങ്ങി. മിക്കിയെ കൊല്ലാൻ ശ്രമിച്ചതിന് അവക്കിപ്പോ ടീമോയെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അവളത് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ആ ഏജന്റായ സെയ്ക്ക് അങ്ങോട്ട് വരുന്നത്. മിക്കി 17നെയും 18നെയും അവിടെ നിന്ന് വിളിച്ചോണ്ട് വരാൻ വേണ്ടി കെന്നത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് അയാൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഉടനെ തന്നെ അയാൾ 2 മിക്കികളെയും കൂട്ടി അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. പോകുന്ന വഴിക്ക് ഈ മിക്കിയുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നാഷ അയാളുടെ അടുത്ത് പറയുന്നുണ്ട്. ഈ സെയ്ക്ക് എന്ന് പറയുന്നത് നല്ലൊരു മനുഷ്യനാണ്, അതുകൊണ്ട് തന്നെ അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ അയാൾക്ക് മനസ്സിലാവുകയും ചെയ്തു. എന്നാൽ ഇവരെ കൊല്ലാതിരിക്കാൻ കെന്നത്ത് സമ്മതിക്കത്തില്ല, അതുകൊണ്ട് തന്നെ അയാൾക്ക് മറ്റൊരു നിവൃത്തിയുമില്ല. അങ്ങനെ അവരിപ്പോൾ 2 മിക്കികളെയും കൂട്ടി ആ സ്പേസ് ഷിപ്പിലെ കോറിഡോറിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഈ സമയം അവർ പുറത്തേക്ക് നോക്കുമ്പോൾ ഇഷ്ടം പോലെ ക്രീപ്പേഴ്സ് ആ സ്പേസ് ഷിപ്പിന് ചുറ്റും വളഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അവര് പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു ക്രീപ്പർ ഉണ്ടല്ലോ, അതിന്റെ ശബ്ദം കേട്ടിട്ടാണ് അവറ്റകളെല്ലാവരും അങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ സെയ്ക്കും ടീമും കൂടെ മിക്കികളെ കെന്നത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ആ സയന്റിസ്റ്റ് ആയ ഡൊറോത്തി അങ്ങോട്ട് വരുന്നുണ്ട്.
അവളിപ്പോ ഒരു സ്ട്രെച്ചറിലായിട്ട് ആ ജീവി എങ്ങനെ തള്ളിക്കൊണ്ടുവരാണ്. ഈ സമയം അവൾ മിക്കി 17ന്റെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ കഫ്റ്റേരിയയിൽ വെച്ചിട്ട് നീ ആ ജീവിയെ നോക്കി എന്തോ ശബ്ദം ഉണ്ടാക്കിയിട്ടില്ലായിരുന്നോ? തിരിച്ചും ആ ജീവി ഒരു ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ അത് വെറുതെ ശബ്ദം ഉണ്ടാക്കിയതല്ല, അത് നിന്നോട് സംസാരിക്കാൻ ശ്രമിച്ചതാണ്. ഞാനിപ്പോ അതിന്റെ സംസാരമൊക്കെ ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവരോട് ആശയവിനിമയം നടത്താൻ വേണ്ടി ഒരു ഡിവൈസും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഡൊറോത്തി പറയുന്നത്. അങ്ങനെ അവർ ആ ക്രീപ്പറിനെ കെന്നത്തിന്റെ ഭാര്യയായ എൽഫയുടെ കയ്യിലെത്തിച്ചു. അവൾ അതിനെ കിട്ടിയ ഉടനെ തന്നെ അതിന്റെ വാല് മുറിച്ചെടുത്തു. എന്നിട്ട് അതിങ്ങനെ തുണ്ടൊന്നുണ്ടോമായിട്ട് കട്ട് ചെയ്യാണ്. ആ വാലിന്റെ കഷ്ണങ്ങൾ വെച്ച് ഒരു സോസ് ഉണ്ടാക്കാനാണ് അവൾ അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പൊ അവരെല്ലാവരും നിൽക്കുന്നത് ആ സൈക്ലർ ഉള്ള റൂമിലാണ്. 2 മിക്കികളെയും ആ സൈക്ലറിന്റെ അകത്തേക്കിട്ട് കൊല്ലാനാണ് കെന്നത്ത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ അയാളും അങ്ങോട്ട് വന്നിട്ടുണ്ട്. വന്ന ഉടനെ തന്നെ അയാൾ ചൂടാക്കിയ ഒരു കമ്പി എടുത്ത് മിക്കി 18ന് മുഖത്ത് വെച്ചു കൊടുക്കുകയാണ്. അതോടുകൂടെ അവന്റെ മുഖത്തൊരു പാട് വീണു. ഇനിയിപ്പോ മിക്കി 17നെയും 18നെയും ഈസി ആയിട്ട് അവർക്ക് തിരിച്ചറിയാം. അങ്ങനെ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് അയാൾ ചെയ്യുന്നത് ഇവരുടെ ഓർമ്മകളൊക്കെ നശിപ്പിച്ച് കളയാന്നുള്ളതാണ്. അതിനുവേണ്ടി അവർ ആ ഇഷ്ടിക എടുത്തിട്ടുണ്ട്. അയാൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നാഷ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്താണ് സാർ ഈ ചെയ്യുന്നത്? ഈ മിക്കി 2 പേരുണ്ടാവാനുള്ള കാരണം ഒരിക്കലും അവരല്ല, അതിന്റെ കാരണം നമ്മൾ തന്നെയാണ്. അവരൊരു തെറ്റും ചെയ്തിട്ടില്ല, അവരെ നമ്മളെ സഹായിക്കല്ലേ ചെയ്തിട്ടുള്ളൂ, പിന്നെ എന്തിനാണ് നിങ്ങൾ അവരെ കൊല്ലുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അയാളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അയാൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. മിക്കികളെ കൊന്നു കഴിഞ്ഞാൽ അയാളുടെ അടുത്ത പ്ലാൻ ആ ജീവികളെ മൊത്തം നശിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ആ ജീവികളൊക്കെ കൂട്ടത്തോടെ സ്പേസ് ഷിപ്പിന് ചുറ്റും നിൽക്കുകയാണല്ലോ. അവരുടെ കയ്യിൽ ഒരു ഗ്യാസ് ഉണ്ട്. അതടിച്ചിട്ട് ആ ജീവികൾക്ക് വംശനാശം ഉണ്ടാക്കാനാണ് അയാൾ ഇപ്പൊ ശ്രമിക്കുന്നത്. അത് മനസ്സിലാവുമ്പോൾ നാഷ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നിങ്ങൾ ആ ജീവികളുമായിട്ട് ഒരു യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുകയാണല്ലേ? പക്ഷെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ യുദ്ധത്തിന് വേണ്ടി നമ്മൾ എന്തുമാത്രം സാധനങ്ങൾ ചെലവാക്കേണ്ടി വരുന്നത്? അത് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ആ ജീവികൾ ഒരിക്കലും നമ്മളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ടല്ല. അവറ്റകൾ മനുഷ്യരെ തിന്നുന്ന ജീവികളല്ല, അവറ്റകൾ മനുഷ്യരെ സഹായിക്കുന്ന ജീവികളാണ്. മിക്കയെ അത് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവറ്റകളുമായിട്ട് ഒരു യുദ്ധത്തിന് ഇറങ്ങരുത് എന്നാണ് നാഷ പറയുന്നത്. എന്നാൽ അതൊന്നും കെന്നത്ത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. ഈ സമയത്താണ് സയന്റിസ്റ്റായ ഡൊറോത്തി ഒരു കാര്യം പറയുന്നത്. നോക്ക് സാർ, നാഷ പറയുന്നതിലും കാര്യമുണ്ട്. അവറ്റകൾ നമ്മളുമായിട്ടൊരു യുദ്ധത്തിന് വന്നതല്ല. അവറ്റകളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് നിന്ന് നേരിട്ട് സംസാരിക്കുക. അതിനുവേണ്ടി ഒരു ഡിവൈസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് അവള് പറയുന്നത്. പക്ഷെ അവള് പറഞ്ഞിട്ടും അയാൾ അതൊന്നും കേൾക്കുന്നില്ല. അയാളിങ്ങനെ കടുംപിടുത്തം കാണിക്കുമ്പോൾ നാഷയ്ക്ക് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അവൾ അയാളെ വല്ലാണ്ട് തെറി പറയാൻ തുടങ്ങി. അത് കാണുന്ന കെന്നത്ത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരു റോപ്പ് എടുത്തിട്ട് ആ ജീവിയെ ഹുക്ക് ചെയ്യാണ്. എന്നിട്ട് അതിനെ എടുത്ത് ആ സൈക്ലറിന്റെ അകത്തേക്ക് ഇട്ടു. എന്നിട്ട് ആ റോപ്പിന്റെ മറ്റേ ഭാഗം നാഷയുടെ വായിൽ വെച്ചു കൊടുക്കുകയാണ്. അവളുടെ വായ അടപ്പിക്കാനാണ് അയാൾ അങ്ങനെയൊക്കെ ചെയ്തത്. ഇനിയിപ്പോ നാഷ വാ തുറക്കുകയാണെങ്കിൽ ആ ജീവി ആ സൈക്ലറിന്റെ അകത്തേക്ക് വീണുപോകും. അതുകൊണ്ട് തന്നെ നാഷയാണെങ്കിൽ വാ തുറക്കാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ അടുത്തതായിട്ട് കെന്നത്ത് ചെയ്യുന്നത് 2 മിക്കികളെയും പിടിച്ച് അവരുടെ ദേഹത്തൊരു ബോംബ് സെറ്റ് ചെയ്ത് കൊടുത്തു. ഇപ്പൊ ആ 2 ബോംബ് പൊട്ടിക്കാനുള്ള റിമോട്ടും കെന്നത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം അയാളുടെ ഭാര്യ അവരുടെ അടുത്ത് പറയുന്നത്, നിങ്ങളെ ഞങ്ങളിപ്പം ആ ജീവികൾക്കിടയിലേക്ക് പറഞ്ഞുവിടാണ്. നിങ്ങളിൽ ആരാണോ ആദ്യം ആ ജീവികളുടെ 100 വാല് കട്ട് ചെയ്തുകൊണ്ടിരുന്നത് അവരെ ഞങ്ങൾ കൊല്ലത്തില്ല, പക്ഷെ മറ്റവനെ ഞങ്ങൾ കൊല്ലും. അതാണ് അവർക്ക് കൊടുക്കുന്ന ജോലി. ഇവരിങ്ങനെ ചെയ്യാനുള്ള കാര്യം, 100 വാല് കിട്ടിക്കഴിഞ്ഞാൽ കുറെ കാലത്തേക്ക് അവർക്ക് അത് വെച്ച് സോസ് ഉണ്ടാക്കാം. രണ്ടാമത്തെ കാര്യം, അവർ വാല് കട്ട് ചെയ്യുമ്പോൾ അവറ്റകൾ നിലവിളിക്കും. അങ്ങനെ വരുമ്പോൾ ആ ഗ്രഹത്തിലുള്ള ബാക്കിയുള്ള ജീവികളും കൂടെ അങ്ങോട്ട് വരും. അങ്ങനെ എല്ലാ ജീവികളും അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് തന്നെ എല്ലാത്തിനെയും അവർക്ക് കൊന്നുകളയാനും പറ്റും. ഇതാണ് അവരുടെ പ്ലാൻ. അങ്ങനെ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തതിന് ശേഷം അവർ 2 മിക്കികളെയും ആ സ്പേസ് ഷിപ്പിന്റെ വെളിയിലേക്ക് ഇറക്കി വിടുകയാണ്. ഈ സമയത്താണ് ഡൊറോത്തി അങ്ങോട്ട് വരുന്നത്. അവറ്റകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഡിവൈസ് അവൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അത് അവള് മിക്കി 17ന്റെ അടുത്ത് കൊടുത്തു. എന്നിട്ട് അവള് പറയുന്നത്, നീ അവറ്റകളോട് സംസാരിച്ചിട്ട് എന്തിനാണ് ആ ജീവികൾ ഇവിടെ കൂടിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ടാണ് അവൾ ആ ഡിവൈസ് കൊടുക്കുന്നത്. അങ്ങനെ ആ ഡിവൈസ് മേടിച്ച് 2 മിക്കികളും ആ ജീവികൾക്കിടയിലേക്ക് പോവാണ്. അങ്ങനെ ആ ജീവികളുടെ അമ്മയുടെ അടുത്തെത്തിയതിനു ശേഷം മിക്കി 17 അതിനടുത്ത് സംസാരിക്കുകയാണ്. അവന്റെ കയ്യിൽ ആ ഡിവൈസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് അവൻ അതിനോട് സംസാരിക്കുന്നത്. ഇത് വർക്ക് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്കി ഇപ്പൊ ഇംഗ്ലീഷിൽ തന്നെയാണ് സംസാരിക്കുക, പക്ഷെ ആ ഡിവൈസ് അത് ആ ജീവികളുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇതേപോലെ തന്നെ ആ ജീവി അതിന്റെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ അത് അവൻ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടും. ഇപ്പൊ മിക്കി അതിന്റെ അടുത്ത് ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഇവിടെ കൂടിയിരിക്കുന്നതാണ്. അത് കേൾക്കുമ്പോൾ ആ അമ്മ പറയുന്നത്, എന്റെ 2 മക്കളെ നിങ്ങൾ പിടിച്ചോണ്ട് പോയി, അതിലൊന്നിനെ നിങ്ങൾ കൊല്ലുകയും ചെയ്തു. അവന്റെ പേര് ലൂക്കോ എന്നായിരുന്നു. ഇനിയിപ്പോ സോക്കോയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ഉടനെ തന്നെ അതിനെ ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്നാണ് അമ്മ പറയുന്നത്. അതേക്കുമ്പോൾ അതിന് തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? മിക്കി 18 അത് ചോദിക്കുന്നത്. തിരിച്ചു കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യരെല്ലാവരും മരിക്കും എന്ന് പറഞ്ഞിട്ട് അമ്മ ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. അമ്മ ശബ്ദം ഉണ്ടാക്കുന്ന കാണുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ബാക്കി എല്ലാ ജീവികളും അതുപോലെ തന്നെ ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കുകയാണ്. ആ ശബ്ദം 2 മിക്കിക്കും താങ്ങാൻ പറ്റുന്നില്ല. അവർ 2 പേരും ചെവി പൊത്തിപ്പിടിച്ചു. അത് കാണുന്ന അമ്മ പറയുന്നത്, നിങ്ങൾ ചെവി പൊത്തിപ്പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ ശബ്ദം നിങ്ങൾ മനുഷ്യർക്ക് താങ്ങാൻ പറ്റത്തില്ല. ഇത് കുറെ സമയം കേട്ടോണ്ടിരുന്ന നിങ്ങൾ മനുഷ്യരുടെ കണ്ണുകൾ പൊട്ടിത്തെറിക്കും. മാത്രമല്ല അധിക സമയം നിങ്ങളുടെ ബ്രെയിനും അത് താങ്ങാൻ പറ്റത്തില്ല, അതും പൊട്ടിത്തെറിക്കും എന്നാണ് അമ്മ പറയുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ മിക്കി 17 ഒരു ഞെട്ടലായിരുന്നു. അവൻ ഉടനെ തന്നെ അവിടുന്ന് ഓടി. എന്നിട്ട് അവനിപ്പം ആ ക്യാമറയിലേക്ക് നോക്കി ഓരോരോ ആംഗ്യങ്ങൾ കാണിക്കാൻ തുടങ്ങി.
എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനങ്ങോട്ട് എത്തിക്ക്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും മരിച്ചു പോകും എന്നൊക്കെയാണ് അവൻ പറയുന്നത്. ഇതെല്ലാം കെന്നത്തും കൂട്ടരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവൻ പറയുന്ന കാര്യം കെന്നത്തിന് മനസ്സിലായിട്ടില്ല. എന്നാൽ അവിടെ നിൽക്കുന്ന നാഷയ്ക്ക് മനസ്സിലായി. ഈ സമയം കെന്നത്തും അവിടെ നിൽക്കുന്ന ഒരു സയന്റിസ്റ്റും ഡിസ്കസ് ചെയ്യുന്നത് അവർ ആ ജീവികളുമായിട്ട് സംസാരിക്കുന്ന കാര്യമാണ്. ആ സയന്റിസ്റ്റ് പറയുന്നത് അപ്പൊ ആ ജീവികളുമായിട്ട് സംസാരിക്കാൻ പറ്റും എന്ന കാര്യം നമുക്ക് മനസ്സിലായി. നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ സംസാരിക്കുന്ന ജോലിയൊന്നും ആ മിക്കികളല്ല ചെയ്യേണ്ടത്. നിങ്ങൾ വേഗം വെളിയിലേക്ക് പോയിട്ട് ആ ജീവികളുമായിട്ട് സംസാരിക്കും. ഇതെല്ലാം ഞങ്ങൾ ഇവിടുന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ അത് ചരിത്രത്തിൽ എഴുതിപ്പെടാൻ പോകുന്ന കാര്യമാണ് എന്നൊക്കെയാണ് ആ സയന്റിസ്റ്റ് പറയുന്നത്. ഈ സമയവും മിക്കികളാണെങ്കിൽ ആ ജീവികളോട് സംസാരിക്കുകയാണ്. അമ്മ പറയുന്നത് എന്തായാലും ഞങ്ങളുടെ ലൂക്കോനെ നിങ്ങൾ കൊന്നു, അപ്പൊ പിന്നെ നിങ്ങൾ മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരാളും മരിക്കണം, എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ലൂക്കോയ്ക്ക് നീതി കിട്ടൂന്നാണ്. അതേക്കുമ്പോൾ അപ്പൊ നിങ്ങളുടെ സോക്കോയെ തിരിച്ചു തന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യർ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ വെറുതെ വിടോ എന്നാണ് മിക്കി 18 ചോദിക്കുന്നത്. അതേക്കുമ്പോൾ അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ മരിച്ചു കഴിയുകയാണെങ്കിൽ പിന്നെ ഇവിടെ സമാധാനമാണ്, ഞങ്ങൾ നിങ്ങളെ ശല്യം ചെയ്യാൻ വരത്തില്ല എന്നാണ് ആ അമ്മ പറയുന്നത്. ഇതേ സമയം തന്നെ കെന്നത്തും ടീമും ആ ജീവികളുടെ അടുത്തേക്ക് കുറെ വണ്ടികളിലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരോട് സംസാരിക്കാൻ മാത്രമല്ല ആ ജീവികളുടെ അമ്മയെ കൊല്ലാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സമയമാകുമ്പോഴേക്കും കെന്നത്തിന്റെ വൈഫാണെങ്കിൽ ആ ജീവിയുടെ വാല് വെച്ചിട്ട് സോസ് ഉണ്ടാക്കി. അതിപ്പം അവൾ അവിടുത്തെ ഒരു സയന്റിസ്റ്റിനെ കുടിക്കാനും കൊടുത്തു. പെട്ടെന്നാണ് നാഷ അവളെ കയറി പിടിക്കുന്നത്. അവളിപ്പം അവളുടെ കാല് വെച്ചിട്ട് കെന്നത്തിന്റെ ഭാര്യയുടെ കഴുത്തിനാണ് പിടിച്ചിരിക്കുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവിടുത്തെ സെക്യൂരിറ്റീസ് ഒക്കെ അവിടെ കൂടി. പക്ഷെ എല്ലാവരും തോക്ക് ചൂണ്ടിയിട്ടുണ്ടെങ്കിലും നാഷ അവളെ വിടുന്നില്ല. ഈ സമയത്താണ് ആ സേക്ക് അങ്ങോട്ട് വരുന്നത്. അയാളിപ്പം ആ ജീവിയെ തൂക്കിയിട്ടിരിക്കുന്ന കയറിൽ പിടിച്ചു. അതുകൊണ്ട് തന്നെ നാഷയാണെങ്കിൽ ആ കയറിൽ നിന്നുള്ള പിടിവിടുകയും ചെയ്തു. അവളിപ്പോ സേക്കിന്റെ അടുത്ത് പറയുന്നത് ഇവരെ ഞാൻ വെറുതെ വിടണമെന്നുണ്ടെങ്കിൽ ആ കുട്ടി എനിക്ക് തരണം, ഇതിനെ പുറത്തേക്ക് കൊണ്ടുപോകാനാണ് മിക്കി ഇപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീരും എന്നാണ് നാഷ പറയുന്നത്. സേക്ക് ആണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്യും. അങ്ങനെ പെട്ടെന്ന് തന്നെ നാഷ ആ കുഞ്ഞിനെ എടുത്തിട്ട് വെളിയിലേക്ക് ഓടുകയാണ്. ഈ സമയം കെന്നത്തും കൂട്ടരുമാണെങ്കിൽ ആ ജീവിയുടെ അമ്മയെ കൊല്ലാനാണ് ശ്രമിക്കുന്നത്. അത് മനസ്സിലായതുകൊണ്ട് ആ ജീവികളാണെങ്കിൽ കൂട്ടത്തോടെ അതിന്റെ അമ്മയെ കവർ ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ജീവികളുടെ അമ്മ എവിടെയാണ് നിൽക്കുന്നത് എന്ന കാര്യം കെന്നത്തിനും കൂട്ടർക്കും കാണാൻ സാധിക്കുന്നില്ല. അതിനിടയിലാണ് മിക്കി 18 കെന്നത്ത് നിൽക്കുന്ന വണ്ടിയുടെ അടുത്തേക്ക് ഓടി വരുന്നത്. അവൻ ഉടനെ തന്നെ ആ വണ്ടിക്കകത്തേക്ക് കയറി. ഇതേ സമയം തന്നെ നാഷയാണെങ്കിൽ സോക്കോനെയും കൊണ്ട് മിക്കി 17 അടുത്തെത്തി. അവര് നോക്കുമ്പോൾ മിക്കി 18 ഇപ്പോൾ കെന്നത്തിനെ പിടിച്ച് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉടനെ തന്നെ മിക്കി 17 സോക്കോനെ എടുത്ത് അതിന്റെ അമ്മയ്ക്ക് കൊടുത്തു. അതിനെ കിട്ടിയ ഉടനെ അമ്മ അതിനെ മൊത്തത്തിലൊന്ന് കുളിപ്പിച്ചെടുക്കുകയാണ്. ഈ സമയത്താണ് മിക്കി 18 അതിനെ വിളിക്കുന്നത്. അവനിപ്പോ അവിടുന്ന് വിളിച്ച് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നിനക്ക് സോക്കോനെ കിട്ടി, ഇനി നീ പറഞ്ഞ പോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ ഞാൻ കൊല്ലാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അവൻ കെന്നത്തിന്റെ കയ്യിലെ ബട്ടറിൽ ഞെക്കിയിട്ട് അവന്റെ ദേഹത്ത് വെച്ചിരിക്കുന്ന ബോംബ് പൊട്ടിത്തെറിപ്പിക്കുകയാണ്. അങ്ങനെ മിക്കി 18 മരിച്ചു, കെന്നത്തും മരിച്ചു. വളരെ സങ്കടത്തോടെ അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് മിക്കി 17 നാഷയും. അങ്ങനെ അമ്മ പറഞ്ഞ പോലെ അതിന്റെ കുട്ടിയെയും കിട്ടി, ഒരു മനുഷ്യനും മരിച്ചു. അതുകൊണ്ട് ആ ജീവികൾ ബാക്കിയുള്ള മനുഷ്യരൊക്കെ വെറുതെ വിടാണ്. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 6 മാസമായി. ഇപ്പൊ ആ സ്പേസ് ഷിപ്പിലെ മെയിൻ ആള് നാഷയാണ്. അവൾ അവിടെ ഇങ്ങനെ പുതിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീമോയുടെ കാര്യം പറയുകയാണെങ്കിൽ ആ കൊള്ളപ്പലിശക്കാരന്റെ ഒരു അസിസ്റ്റന്റ് ആ സ്പേസ് ഷിപ്പിലുണ്ടല്ലോ, അവൻ അയാളെ കണ്ടെത്തി ഉടനെ തന്നെ അവൻ അയാളെ പിടിച്ചിട്ട് ആ സൈക്ലറിന്റെ അകത്തേക്ക് ഇടാണ്. അതോടുകൂടെ അയാളുടെ പണി തീർന്നു. ഇനിയിപ്പം ടീമോയുടെ കാര്യം സേഫാണ്. മിക്കിപ്പം നേരെ പോയിരിക്കുന്നത് ആ ജീവികളുടെ അമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ്. അവനിപ്പോ അതിനോട് ചോദിക്കുന്നത്, നീ നേരത്തെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നോ നിങ്ങളുടെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ കണ്ണും ബ്രെയിനൊക്കെ പൊട്ടിത്തെറിക്കുന്നത്? ആ കാര്യം നമുക്ക് ഇപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്നാണ് മിക്കി ചോദിക്കുന്നത്. എന്നാൽ അമ്മയാണെങ്കിൽ അതിനൊരു മറുപടി പറയുന്നില്ല. ഈ സമയം ഒരു കുഞ്ഞ് അവിടെ കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. അതിൽ നിന്നും അവനൊരു കാര്യം മനസ്സിലായി. അപ്പൊ മനുഷ്യര് മാത്രമല്ല ജീവികളും കളവ് പറയുന്നത്. അതായത് അമ്മ നേരത്തെ കണ്ണും ബ്രെയിനും ഒക്കെ പൊട്ടിത്തെറിക്കുന്നു പറഞ്ഞ് വെറും തള്ളലായിരുന്നു. അങ്ങനെ ഈ സംഭവത്തിന് ശേഷം അവർ മറ്റൊരു കാര്യം കൂടെ തീരുമാനിച്ചു. മനുഷ്യനെ പ്രിന്റ് ചെയ്യുന്ന മെഷീൻ ഈ ഗ്രഹത്തിലും അവർ നിരോധിച്ചിരിക്കുകയാണ്. അതിനെ തുടർന്ന് അവർ ആ മെഷീൻ ബോംബ് വെച്ച് തകർത്ത് കളഞ്ഞു. ഇനിയിപ്പോൾ ആ ജീവികളുടെ കൂടെ തന്നെ ഒരു സമാധാനപരമായിട്ടുള്ള ജീവിതം ജീവിക്കാനാണ് മനുഷ്യരെല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത്. ഇതോടുകൂടെ ഈ സിനിമ അവസാനിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.